നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും ചോറ്റാനിക്കരയമ്മയുടെ മകം തൊഴിലിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് മകം തൊഴൽ. മനസ്സുകൊണ്ട് എല്ലാവരെയും, ഏത് രാജ്യത്തുള്ളവരും അമ്മയെ എതിരേൽക്കുവാനായി 1:50 മുതൽ ദീപം തെളിച്ച് അമ്മയെ നാരായണം ജപിച്ച് പ്രാർത്ഥിക്കൂ. അമ്മ എല്ലായിടത്തും എത്തും എന്നുള്ളതൊരു വിശ്വാസമാണ്. ചോറ്റാനിക്കരയിൽ മാത്രമല്ല, അമ്മയെ മനസ്സിൽ ധ്യാനിക്കുന്ന, അമ്മയെ മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നവരുടെ അടുത്ത് പോലും അമ്മയുടെ സാന്നിധ്യം എത്തുമെന്നുള്ളതൊരു വിശ്വാസമാണ്. തീർച്ചയായും ഈ മകം നാളിൽ എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും ചോറ്റാനിക്കര അമ്മ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ മകത്തിൻ്റെ പ്രത്യേകതകൾ, അതുപോലെ ഈ 12/3/2025 കൊല്ലവർഷം 1200 ആണ്ട് കുംഭം 28-ാം തീയതി ശുക്ലപക്ഷ മകമാണ്. അന്ന് ത്രയോദശിയാണ്. ത്രയോദശി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ശിവഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്, പ്രദോഷമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രദോഷ ദിവസം കൂടിയാണ് മകം വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ സന്തോഷവും നമുക്ക് അനുഭവിച്ചുകൊണ്ട് തന്നെ ചോറ്റാനിക്കരമ്മയെ പ്രാർത്ഥിക്കാം. ഏറ്റവും ജ്യോതി സ്വരൂപിണിയായി 2 മണിക്ക് അമ്മ വില്ലുമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ആ പുണ്യ മുഹൂർത്തത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് 2 മണിക്ക് ചോറ്റാനിക്കരയിൽ സർവാഭരണ വിഭൂഷിതയായി അമ്മ എല്ലാ ഭക്തർക്കും ദർശനം നൽകും. രാത്രി 9 മണി വരെ അമ്മയുടെ ദർശനമുണ്ട്. പിറ്റേ ദിവസം രാവിലെ കുറച്ച് സമയം കൂടി ആ രൂപത്തിൽ തന്നെ അമ്മയെ ദർശിക്കാനാവും. തീർച്ചയായിട്ടും മകം നാളിൽ ബുധനാഴ്ചയാണ് മകം വരുന്നത്. എല്ലാവരും മകം നാളിൽ അമ്മയുടെ ആ പൂർണ്ണ തേജസ് മനസ്സിലേക്ക് ആവാഹിക്കുവാനായിട്ട് ശ്രമിക്കൂ. അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കൂ. ഇന്നത്തെ ദിവസം, ഈ മകം ദിവസം 6:37 AM ഉദയം വരുന്നത്. 6:32 PM സൂര്യ അസ്തമനം വരുന്നത്. 12:34 PM മുതൽ 2:04 PM വരെ ശരിക്കും രാഹുകാലത്തിൻ്റെ ആ അവസാന മുഹൂർത്തത്തിലാണ് ജ്യോതിർസ് തെളിഞ്ഞു വരുന്നത്. ഗുളികകാലം 11:05 മുതൽ 12:34 PM വരെയാണ്. യമകണ്ഠകാലം 8:06 AM മുതൽ 9:35 AM വരെയാണ്. അഭിജിത് മുഹൂർത്തം 12:10 PM മുതൽ 12:32 PM വരെയും 12:36 PM മുതൽ 12:58 PM വരെയുമാണ്. മകരക്കൂറുകാർക്കാണ് ചന്ദ്രാഷ്ടമം വരുന്നത്. രാശിഫലം, രാശിചക്രം പറയുന്നത് സൂര്യൻ നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ്, ചന്ദ്രൻ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്, ചൊവ്വ നിൽക്കുന്നത് മിഥുനത്തിലും, ബുധൻ നിൽക്കുന്നത് മീനത്തിലും, ഗുരു നിൽക്കുന്നത് ഇടവത്തിലും, ശുക്രൻ മീനത്തിലും, മന്ദൻ കുംഭത്തിലും, സർപ്പി മീനത്തിലും, കേതു കന്നിയിലുമാണ്. ഗുളികോദയം വരുന്നത് ഇടവം രാശിയിലാണ്. അതുപോലെ 7 മണി സമയത്ത് ഉദയം വന്നിരിക്കുന്നത്, അതായത് പുലർച്ചെ മകം നാളിൽ ഉദയം വന്നിരിക്കുന്നത് മീനം രാശിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഈ രാശിചക്രത്തിൽ ഈ ഗ്രഹങ്ങളുടെ പ്രയാണത്തിനനുസരിച്ചിട്ട് 27 നക്ഷത്രക്കാർക്ക്, അതായത് 12 രാശിക്കാർക്കും എന്തൊക്കെ ഗുണഫലങ്ങളാണ് ഉണ്ടാവുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മകം മുതൽ അടുത്ത മകം വരെയുള്ള 1 വർഷക്കാലം, അതും ഇന്നത്തെ ദിവസം ഈ ദർശനം കൊണ്ട് എന്തൊക്കെ പുണ്യം കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ മകം നാളിലെ അമ്മയെ വരവേൽക്കുന്നത് കൊണ്ട്, അമ്മയെ മനസ്സുകൊണ്ട് എല്ലാവരും വരവേൽക്കുമെന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടാണ് എല്ലാവരും അതിന് ഒരുങ്ങും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ രാശിക്കാർക്കും അമ്മ എന്തൊക്കെയാണ് അനുഗ്രഹങ്ങൾ തരുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇത് ഒരു ദിവസത്തെ മാത്രം രാശിഫലമാണ്. നമ്മളുടെ ഗ്രഹനില അനുസരിച്ച് ജനിച്ച സമയത്തെ രക്ഷിതാക്കളുടെ, അച്ഛൻ്റെയും അമ്മയുടെയും പാപപുണ്യങ്ങളുടെയും അതുവരെ ആ കുട്ടി ജന്മജന്മാന്തരങ്ങളിൽ ആയി ചെയ്തു പോയത് സഞ്ചിത കർമ്മങ്ങളുടെയും ആർജിത കർമ്മങ്ങളുടെയും തുകയാണ് ജാതകത്തിൽ പറയുന്നത്. ജാതക വിശകലനമല്ല ചെയ്യുന്നത്. 12/3/2025 എന്ന് പറയുന്ന ദിവസത്തിലെ രാശിചക്രത്തിലെ ഗ്രഹ
ഗ്രഹങ്ങളുടെ പ്രയാണം കൊണ്ടുണ്ടാകുന്ന ആ ഗുണഫലങ്ങൾ മാത്രമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. എല്ലാവർക്കും നന്മകൾ മാത്രം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ഓരോ രാശിയുടെയും ഫലത്തിലേക്ക് കടക്കാം. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചു കൊള്ളുന്നു. 1:50 മുതൽ വൈകിട്ട് അവനവന് പറ്റുന്ന ആ സമയം വരെയും അമ്മയെ പ്രാർത്ഥിക്കൂ. എല്ലാ അനുഗ്രഹ പുണ്യം നേടും. മേടം രാശി എന്ന് പറയുമ്പോൾ വിദേശ അവസരങ്ങൾ വന്നു ചേരും. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് എന്തെങ്കിലും രേഖകൾ കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. സൗഹൃദങ്ങൾക്കുള്ള വഴി വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും വളരെയധികം സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. കാര്യങ്ങളിൽ ചെറിയ ചെറിയ തടസ്സവും ബന്ധങ്ങളിൽ അല്പം വിള്ളലുകളും ഉണ്ടാകാം. തൊഴിൽപരമായ ബുദ്ധിമുട്ടുകൾ വരുന്നതിനുള്ള സാഹചര്യവും കാണുന്നുണ്ട്. സാമ്പത്തിക ക്ലേശം അല്പസ്വല്പം അനുഭവിക്കേണ്ടതായി വരും. ശരീരത്തിൻ്റെ നാനാഭാഗങ്ങളിലായി അകാരണമായി ചില വേദനകൾ അനുഭവപ്പെടുകയും ചിലപ്പോൾ ചില ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ വരുന്നതിനുമുള്ള യോഗം കാണുന്നു. വാക്കുകളിൽ വരുന്ന തെറ്റിദ്ധാരണ വലിയ അകലങ്ങൾ സൃഷ്ടിക്കാൻ സാഹചര്യം ഒരുക്കുന്നത് കൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കുക. ആരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ചോറ്റാനിക്കര അമ്മയുടെ ഈ പരിശുദ്ധമായ ഈ ദിവസം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകുവാൻ അമ്മയുടെ പ്രിയപുത്രനായ സുബ്രഹ്മണ്യ സ്വാമിയെ, രാശിനാഥനായ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുകയും അമ്മയെ ജപിക്കുകയും ചെയ്യുമ്പോൾ അമ്മയുടെ അനുഗ്രഹവും ഭഗവാന്റെ അനുഗ്രഹവും പൂർണ്ണമായി ലഭിക്കും. ബുധനാഴ്ചയായതിൻ്റെ ഇളം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും ത്രിപുരസുന്ദരി മന്ത്രം ജപിക്കുന്നതുമൊക്കെ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ലളിതാ സഹസ്രനാമം, ദേവി മഹാത്മ്യമൊക്കെ പാരായണം ചെയ്യുന്നതും വളരെ നന്നായിരിക്കും. ഇടവം രാശി എന്ന് പറയുമ്പോൾ സാമ്പത്തിക മേഖല മെച്ചപ്പെടുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നു. കയ്യിലുള്ള ധനം ഒന്നിനും തികയാതെ വരുമ്പോൾ ഏതെങ്കിലും ചെറിയ ലോട്ടറി ഭാഗ്യമോ അല്ലെങ്കിൽ ആരെങ്കിലും മുമ്പ് വാങ്ങിയ പണം തിരിച്ച് കൊണ്ടുവന്ന് തരുന്നൊരു സാഹചര്യമോ ഉണ്ടാവാം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ധനവിനിയോഗം ചെയ്ത് കാര്യങ്ങൾ മംഗളമായി കൊണ്ടുപോകുവാൻ ശ്രമിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഇഷ്ടകാര്യ സിദ്ധിക്ക് ഉള്ള അനുകൂലമായ സാഹചര്യമാണ്. ഭക്ഷ്യവിഷബാധയൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദരരോഗങ്ങൾ, മൂത്രാശയ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കണ്ടകശനിക്കാലം ആയതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുക. ചോറ്റാനിക്കര അമ്മയെ മനസ്സു തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. മിഥുനം രാശി. വിദേശയാത്രകൾക്കും മുടങ്ങി നിൽക്കുന്നതായ തൊഴിലിൽ പുനഃപ്രവേശനം നടത്തുന്നതിനുമുള്ള അവസരങ്ങൾ ലഭിക്കും. ഗ്രഹനിർമ്മാണ സാധ്യതകൾ കാണുന്നു. പാരമ്പര്യമായി കിട്ടിയ വസ്തുക്കൾ കൈമോശം വരാതെ സൂക്ഷിക്കണം. കന്നുകാലികളിൽ രോഗങ്ങൾ വരുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അല്പം മന്ദതയും അനുഭവിക്കേണ്ടി വരും. തീർച്ചയായും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നത് നന്നായിരിക്കും. കർമ്മമേഖലയിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. വിശ്വാസവഞ്ചനകൾ സമസ്ത മേഖലകളിലും പ്രതീക്ഷിക്കാം. അകാരണമായ ഭയം എല്ലാ മേഖലയിലും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ മന്ദതയും വന്നു ചേരാം. അതുകൊണ്ട് രാശിനാഥനായ ബുധൻ ശ്രീരാമസ്വാമിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുകയും ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. കർക്കിടകം രാശി. ഗ്രഹനിർമ്മാണത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സാഹചര്യം തെളിഞ്ഞു വരും. പുതിയ വാഹനങ്ങൾ, വസ്തുക്കൾ ഇവ വാങ്ങുന്നതിനും ഉള്ളവ ക്രയവിക്രയം ചെയ്യുന്നതിനുമുള്ള സാഹചര്യം തെളിഞ്ഞു വരും. പൊതുവെ നല്ല സമയമാണെങ്കിലും തർക്കങ്ങൾ വരുവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് കഴിയുന്നതും തർക്കങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത് വളരെ നന്നായിരിക്കും.
പരാജയപ്പെട്ട സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനും അതിൽ നിന്നും മെച്ചപ്പെട്ട വരുമാനം ഉണ്ടാക്കുവാനും ഒരു പുതിയ പദ്ധതി ആലോചിച്ച് നടപ്പിലാക്കുവാൻ ശ്രമിക്കും. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നിന്ന് ധനം ലഭിക്കും. കൃഷി, കന്നുകാലി വളർത്തൽ, സ്വയം തൊഴിൽ, കരകൗശല വിദ്യകൾ ഈ മേഖലയിൽ ഐശ്വര്യം വർദ്ധിക്കും. ദാമ്പത്യത്തിൽ മുമ്പില്ലാത്ത തരത്തിലുള്ള വിശ്വാസ്യതയും വന്നു ചേരാം. ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഗണപതി ഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കുന്നതാണ്. അഷ്ടമശനിയുടെ കാലമായതുകൊണ്ട് ആഞ്ജനേയ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം നന്മയായിട്ട് വരുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കരകൗശല വിദ്യകളിൽ മുന്നേറുവാനുള്ള സാധ്യതകൾ കാണുന്നു. പുതിയ പുതിയ സംരംഭങ്ങൾ തേടി എത്തുന്നതാണ്. അതുപോലെ തന്നെ ചെടിച്ചട്ടികൾ, അതുപോലെ ചെടികൾ നട്ടുപിടിപ്പിക്കൽ, അതുപോലെ താമരക്കുളം, ആമ്പൽക്കുളം ഇവയൊക്കെ സംരക്ഷിക്കുവാനും അതുവഴി അല്പം വരുമാനം വന്നു ചേരുന്നതിനുമുള്ള സാധ്യതകൾ ഉണ്ടാവും. കൃഷി ചെയ്യുന്നതിനും പുതിയ പുതിയ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നതിനുമുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു. ജീവിതത്തെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമം ഉണ്ടാവും. അവിവാഹിതർക്ക് വിവാഹ സാധ്യത തെളിഞ്ഞു വരുന്ന സമയമാണ്. രോഗ ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് രോഗങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. പൂർണ്ണമല്ലെങ്കിൽ പോലും രോഗത്തിൻ്റെ തീവ്രത കുറയുന്നതാണ്. ജോലിയിൽ ഉയർച്ച വന്നു ചേരും. അതിനായി അല്പം കൂടി കാത്തിരിക്കേണ്ടതാണ്. അഗ്നി, വായു, ജലം, വാഹനങ്ങൾ ഇവയിൽ നിന്നൊക്കെ ചെറിയ രീതിയിൽ അപകട സാധ്യത ഉള്ളതുകൊണ്ട് തിക്കും തിരക്കും ഒക്കെ ഒഴിവാക്കി സ്വസ്ഥമായി മനസ്സിൽ ദേവിയെ കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞ അമ്മയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. തിക്കിലും തിരക്കിലും പെട്ട് അപകട സാധ്യത ക്ഷണിച്ചു വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 7 ശനി, അതായത് കണ്ടകശനി കാലമായതുകൊണ്ട് അറിയാതെ അബദ്ധങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെടാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ചോറ്റാനിക്കരമ്മയുടെ രൂപം മനസ്സിൽ പതിച്ചുകൊണ്ട് ദീപം തെളിച്ച് അമ്മേ നാരായണൻ ജപിക്കുന്നതും ത്രിപുരസുന്ദരി മന്ത്രാർച്ചന, അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമമൊക്കെ പാരായണം ചെയ്യുന്നതോടെ അമ്മയുടെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുന്നതാണ്. കന്നിരാശി. അപകടങ്ങൾക്ക് സാധ്യതയുള്ളത് കൊണ്ട് വീഴ്ചകളും ക്ഷതങ്ങളും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് അവരുടെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാണ്. ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക. എല്ലാ ദോഷങ്ങളും, ഗ്രഹത്തിലെ എല്ലാ ദോഷങ്ങളും മാറുന്നതിന് ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നത് നല്ലതാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും ഡോക്ടർമാർക്കുമൊക്കെ അവരുടെ കർമ്മരംഗത്ത് വിജയസാധ്യത വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ ഇഷ്ടകാര്യ സിദ്ധിക്കും ഇടയുണ്ട്. ഇഷ്ടകാര്യങ്ങളെല്ലാം അനുകൂലത്തിൽ വരുന്നതിനുള്ള യോഗം കാണുന്നു. ധനവിനിയോഗം വളരെ ശ്രദ്ധാപൂർവം നടത്തണം. വിശ്വാസവഞ്ചനകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുപാലിക്കുവാൻ സാധിക്കാതെ വരികയും ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാനും സാധ്യത ഉള്ളതുകൊണ്ട് ഗണപതി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് വാഗ്ദോഷങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ചോറ്റാനിക്കര അമ്മയെയും മൂകാംബിക ദേവിയെയും പ്രാർത്ഥിക്കുകയും ദേവി മാഹാത്മ്യം, ലളിതാ സഹസ്രനാമം, മഹാലക്ഷ്മി അഷ്ടമൊക്കെ ജപിച്ചുകൊണ്ട് ദീപം തെളിച്ച് അമ്മയെ വരവേൽക്കുമ്പോൾ എല്ലാവിധ കഷ്ടങ്ങളും മാറിക്കിട്ടും. തുലാരാശി. തുലാരാശിക്കാർക്ക് വാദജന്യമായ വാദത്തിൻ്റെതായ അസ്വാസ്ഥ്യങ്ങൾ, പ്രമേഹ രോഗങ്ങളൊക്കെ വന്ന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് ചില നടുഞ്ഞരമ്പിനൊക്കെ ചെറിയ തേയ്മാനമോ വിഷമമോ വരാനുള്ള സാധ്യതയും കാണുന്നു. കലാ കായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഭൂമി, ആഭരണം, വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവയൊക്കെ ഒന്നൊന്നായി വന്നു ചേരുന്നതിനുള്ള യോഗവും കാണുന്നു. വ്യാഴത്തിൻ്റെ ആനുകൂല്യം
വരുത്തുന്നതിനായി ശരിക്കും ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, മഹാലക്ഷ്മി സ്തവം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ചോറ്റാനിക്കര അമ്മയെ സ്തുതിച്ചുകൊണ്ട് നാരായണി സ്തുതിയൊക്കെ ചൊല്ലുമ്പോൾ അമ്മയുടെ എല്ലാ അനുഗ്രഹവും ലഭിക്കുകയും എല്ലാവിധ കഷ്ടങ്ങളും ഒരു പരിധിവരെ മാറിക്കിട്ടുകയും ചെയ്യും. വൃശ്ചിക രാശി. ചെറിയ കുഞ്ഞുങ്ങൾക്ക് ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങൾ വരാം. വീഴ്ചകളും ക്ഷതങ്ങളും അതുപോലെ തന്നെ മുറിവ്, ചതവ് ഒക്കെ വരാനുള്ള സാധ്യതകൾ ഉള്ളതുകൊണ്ട് പ്രത്യേകം കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കണം. ഭദ്രകാളി ക്ഷേത്രത്തില് യഥാശക്തി വഴിപാട് കഴിക്കണം. മൂകാംബിക ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട്, ചോറ്റാനിക്കര അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് പട്ടൊക്കെ സമർപ്പിക്കാമെന്ന് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ദീപം തെളിച്ച് അമ്മയെ വരവേൽക്കുക. പിന്നെ വ്യാപാരങ്ങൾ നടത്തുന്നവർക്ക് അതിൽ വിജയം വന്നു ചേരുന്നതാണ്. വിദേശത്ത് തൊഴിലെടുക്കുന്നവർക്ക് അവരിൽ നിന്നും വിദേശത്ത് കുറച്ച് ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നാമജപത്തിലൂടെ എല്ലാവിധ ദുരിതങ്ങളും ഒരുവിധം ഒഴിഞ്ഞു പോകുന്നതാണ്. കണ്ടകശനി കാലമായതുകൊണ്ട് കുടുംബത്തിൽ എല്ലാവരും കൂടി ചേർന്ന് വന്നിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ സംയമനത്തിനോടുകൂടി അധിക സംസാരം ഒഴിവാക്കുന്നത് നന്നായിരിക്കും. കുടുംബ കലഹങ്ങൾ ഒഴിവാക്കുന്നതിനായി ഗണപതി ഭഗവാനെയും ഭദ്രകാളിയെയും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. അമ്മയുടെ അനുഗ്രഹത്തിനായി ഉച്ചസമയത്ത് ദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകുന്നു. ധനുരാശി. പൊതുവെ കൃഷി, വ്യവസായം എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങളാണ്. ആരോഗ്യ വിഷയത്തിൽ അല്പം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. പിതൃ ബന്ധങ്ങൾ വളരെ ഉറച്ചതായി തീരുന്നതാണ്. ഭൂമി സംബന്ധമായ വ്യവഹാരങ്ങളൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യയിൽ തടസ്സങ്ങൾ നേരിടുമെങ്കിലും അമ്മയെ പ്രാർത്ഥിക്കുന്നതോടെ തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടും. കായിക മേഖലകളിൽ അംഗീകാരവും പ്രോത്സാഹനവും ലഭിക്കും. അധിക ചിലവുകളൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് കടബാധ്യതകൾ വരാതെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം ഭംഗിയായി വരുന്നതാണ്. അമ്മയ്ക്ക് ദീപം തെളിച്ച് അമ്മേ നാരായണ ജപിച്ച് ദേവി മഹാത്മ്യത്തിലെ യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യേ 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 നമോ നമ. അങ്ങനെ അമ്മയുടെ 21 ഭാവങ്ങളെ വർണ്ണിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി വരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്ദേശിച്ച ഫലങ്ങൾ കാണാതെ വരുമ്പോൾ വിഷമിക്കേണ്ടതില്ല. അടുക്കും ചിട്ടയോടും ഈശ്വര വിശ്വാസത്തോടും കഠിനാധ്വാനം ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യൂ. തീർച്ചയായും അനുകൂല ഫലങ്ങൾ വന്നു ചേരും. ഉച്ചവരെ ഫലമൊന്നും കിട്ടിയില്ലെങ്കിലും അമ്മയുടെ ദർശന പുണ്യം കിട്ടിക്കഴിയുമ്പോൾ എല്ലാം അനുകൂലമായി വരുന്നതാണ്. ദമ്പതികൾ ക്ഷമയോടെ അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ സന്താതി സൗഭാഗ്യവും ദാമ്പത്യ കലഹവും ഒക്കെ ഒഴിഞ്ഞ് കിട്ടും. ദീർഘ സുമംഗലികളായി നെടുമാംഗല്യത്തോടുകൂടി ജീവിക്കുവാൻ അമ്മയുടെ ഈ ദർശന പുണ്യം വഴിയൊരുക്കും. അതുകൊണ്ട് ഉച്ചയ്ക്ക് കൃത്യം 1:50 മുതൽ 3 മണി വരെയുള്ള സമയം പ്രാർത്ഥനകളിൽ ഏർപ്പെടുന്നത് വളരെ നന്നായിരിക്കും. കാലങ്ങളായി കർമ്മ തടസ്സങ്ങൾ നേരിട്ടവർക്ക് തൊഴിലിൽ പുതിയ മാർഗം തെളിഞ്ഞു വരുന്നതാണ്. സ്ഥാനക്കയറ്റങ്ങളും വന്നു ചേരുന്നതാണ്. അമ്മയെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അമ്മേ നാരായണ എന്ന നാമം മുടങ്ങാതെ ഒരു 108 പ്രാവശ്യം ജപിക്കൂ. എല്ലാം ഭംഗിയായി കലാശിക്കുന്നതാണ്. കുംഭൻ രാശി എന്ന് പറയുമ്പോൾ ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങൾ നടക്കും. ശരീരത്തിൽ രോഗഭീതി വരുമെങ്കിലും അത് സുഖപ്പെടും. മൂത്രാശയ രോഗങ്ങളും അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങളും ഒക്കെ വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രാർത്ഥനകളും മരുന്നുകളും കഴിക്കുമ്പോൾ രോഗങ്ങൾ നിയന്ത്രിക്കപ്പെടും. അതുപോലെ തന്നെ കഴിയുന്നതും അപമാനം, തൊഴിൽ നഷ്ടം ഇവയൊക്കെ വരാതിരിക്കാൻ ശനീശ്വരനെ പ്രാർത്ഥിക്കുക. സാമ്പത്തിക പരാധീനത വരാതിരിക്കാൻ സാമ്പത്തികം വളരെ അടുക്കും ചിട്ടയോടും കൂടി പിടിച്ചു ചിലവഴിക്കുന്നത്
വളരെ നന്നായിരിക്കും. കുടുംബ ബന്ധങ്ങൾ, വൈവാഹിക ജീവിത ബന്ധങ്ങളിൽ ആവശ്യമായ സമയം നൽകണം. അതിൽ ആവശ്യമായ സമയമെടുത്ത് ബന്ധങ്ങളെ വിലയിരുത്തണം. എന്നിട്ട് വേണം കാര്യങ്ങൾ ചെയ്യുവാൻ. കുടുംബ ബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയത്നം ആവശ്യമായി വരും. എന്നിരുന്നാൽ പോലും ക്ഷമയോടുകൂടി എല്ലാം ചെയ്യുമ്പോൾ, അമ്മയെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ, അമ്മയുടെ അനുഗ്രഹത്തോടെ എല്ലാം മംഗളമായി ഭവിക്കും. ശനീശ്വരനെ കൂടി പ്രാർത്ഥിച്ച് ധർമ്മശാസ്താവിന് നെയ്വിളക്കൊക്കെ തെളിക്കുമ്പോൾ മല പോലെ വന്ന കാര്യങ്ങൾ ഇങ്ങനെ മഞ്ഞുപോലെ ഉരുകിത്തീരുന്നതായി അനുഭവപ്പെടും. അമ്മേ നാരായണ മുടങ്ങാതെ ജപിക്കൂ. ഈ മകം നാളിൽ അമ്മയുടെ എല്ലാ അനുഭവവും, എല്ലാ അംഗീകാരവും, എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുവാൻ അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അപകടങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കലഹങ്ങളും വിശ്വാസവഞ്ചനയൊക്കെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് വളരെ ചിട്ടയോടുകൂടി, ക്ഷമയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ഒന്നൊന്നായി കാര്യങ്ങൾ ചെയ്യൂ. വണ്ടിക്ക് അപകടമൊന്നും വരാതിരിക്കാൻ വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ധർമ്മശാസ്താവിനെ പ്രാർത്ഥിച്ചുകൊണ്ട്, വിഷ്ണു ഭഗവാനെ ഓം നമോ നാരായണായ ജപിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യൂ. അമ്മേ നാരായണ ഉച്ചയ്ക്ക് 1:50 മുതൽ ഒരു 3 മണി വരെയുള്ള സമയം അമ്മയുടെ ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കൂ. കുടുംബ ബന്ധങ്ങളിലൊക്കെ വന്നു ചേരാവുന്ന വിള്ളലുകളെല്ലാം മാറി സാമൂഹ്യവും സാംസ്കാരികവുമായ എല്ലാ രംഗങ്ങളിലും വളർച്ചയും ഉയർച്ചയും ഉണ്ടാവും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും. എല്ലാ തരത്തിലുള്ള വളർച്ചയും ഉണ്ടാകുന്നതിന് അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അമ്മയെ പൂർണ്ണമായി വിശ്വസിച്ച് ദീപം തെളിച്ച് പ്രാർത്ഥിക്കൂ. 27 നക്ഷത്രക്കാർക്കും 2025 മാർച്ച് 12-ാം തീയതി, അതായത് 1200-ാം ആണ്ടിലെ മകം, കുംഭമാസത്തിലെ മകം ഒരു പുണ്യ അനുഭവമായി തീരട്ടെ. എല്ലാ നന്മകളും അനുഭവിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.